ജാക്കാൾ ബിയൻകയിൽ നിന്ന് രക്ഷപ്പെട്ട് ചെന്ന് കയറിയത് ഒരു തൊഴുത്തിലായിരുന്നു. അതിൻ്റെ ഉടമസ്ഥൻ അവൻ കള്ളനാണെന്ന് കരുതി അവനെ പിടികൂടി കെട്ടിയിടുന്നു. ജാക്കാൾ രക്ഷപ്പെടാൻ പലതും പറഞ്ഞു നോക്കുന്നു. പക്ഷേ അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അയാളുടെ ഭാഷ അവനും. പക്ഷേ അയാൾ അവൻ്റെ കെട്ടഴിച്ച് പൊയ്ക്കൊള്ളാൻ പറയുന്നു. അപ്പോഴാണ് അവൻ കൊണ്ടുവന്ന ഗൺ അയാൾ കാണുന്നത്. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയ അയാൾ അവനെ ഗൺ പോയിന്റിൽ അയാളുടെ വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നു. അയാൾ തൻ്റെ സഹോദരനെ വിളിക്കുന്നു. അവൻ്റെ കൂടെയുള്ള ഇംഗ്ലീഷ് അറിയാവുന്ന ജോലിക്കാരൻ പയ്യനെ വിളിക്കുന്നു. അവനെക്കൊണ്ട് സംസാരിപ്പിക്കുന്നു. ജാക്കാൾ അവനോട് ഞാൻ ക്യാഷ് തരാം എന്ന് പറയുന്നു. അത് കേട്ടതും അവരും അവൻ്റെ അടുത്തേക്ക് പോകുന്നു. വരുന്ന വഴി പോലീസ് തടഞ്ഞ് അടുത്ത് നടന്ന ഒരു ഷൂട്ടിങ്ങിനെക്കുറിച്ച് അവരോട് ചോദിക്കുന്നു. ആ കൊലയാളി ഇവിടെ തന്നെ എവിടെയോ ഉണ്ട് എന്ന് പറയുന്നു. ഇതോടെ അവർക്ക് കാര്യം കത്തുന്നു. അയാൾ തൻ്റെ സഹോദരനെ വിളിച്ച് കാര്യം പറയുന്നു. നീ പിടിച്ചത് വളരെ അപകടകാരിയായ ഒരുത്തനെയാണ്. അവൻ്റെ അടുത്തേക്കേ പോകരുത് എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴേക്കും ജാക്കാൾ അവൻ്റെ കാര്യം തീരുമാനമാക്കിയിരുന്നു. ജാക്കാൾ കാറിൽ കയറി രക്ഷപ്പെടാൻ പോകുമ്പോഴേക്കും അവർ അവിടെ എത്തുന്നു. കാർ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും അവർ ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ ജാക്കാൾ അവനെ കൊല്ലുന്നു. കൂടെയുണ്ടായിരുന്ന പയ്യനെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ബിയങ്കയും ടീമും അടുത്ത് നടന്ന ഷൂട്ടിംഗ് സൈറ്റിലേക്ക് എത്തുന്നു. ഇതും ജാക്കാളിൻ്റെ പണിയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഇതേസമയം ജാക്കാൾ തൻ്റെ വൈഫായ ന്യൂറിയയെ വിളിച്ച് താൻ ജീവനോടെ തിരിച്ചു വരാൻ സാധ്യതയില്ലെന്നും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നും എല്ലാത്തിനും സോറിയും പറയുന്നു. ന്യൂറിയ, നിന്നെ കാണാൻ ഞാൻ വരും, നിനക്ക് എന്താണ് വേണ്ടത് എന്ന് അവൾ ചോദിക്കുന്നു. നീ എൻ്റെ രഹസ്യ റൂമിലെ കുറച്ച് സാധനങ്ങളുമായിട്ട് വാ എന്ന് ജാക്കാൾ പറയുന്നു. ബിയൻകയുടെ ഓഫീസിൽ അവർ ബുദാപെസ്റ്റിൽ നടന്ന മിഷനിൽ സ്റ്റോക്സ് മരിച്ചുവെന്നും ജാക്കാൾ രക്ഷപ്പെട്ടെന്നും അറിയുന്നു. ബിയൻകയെ ഉടനെ തിരിച്ചു വിളിക്കാൻ അവർ ഓർഡർ ഇടുന്നു. UPC റിവർ ആപ്പ് ലോഞ്ച് ചെയ്യുന്നതിനായുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അയാൾക്ക് പ്രത്യേകതരം ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകൾ കൊണ്ട് സുരക്ഷയൊക്കെ ഒരുക്കാൻ സെക്യൂരിറ്റി പ്ലാൻ ചെയ്യുന്നു. ബുദാപെസ്റ്റിൽ എത്തിയ ജാക്കാൾ പയ്യനെ കൊല്ലാൻ പോകുന്നു. എന്നാൽ അവൻ്റെ ഫോണിലെ ഫാമിലി ഫോട്ടോ കണ്ട് അവനെ കൊല്ലാതെ വെറുതെ വിടുന്നു. ജാക്കാളിൻ്റെ കോൺട്രാക്ടറായിട്ട് ചാറ്റ് ചെയ്യുന്നു. ബ്രിട്ടീഷ് പോലീസ് നിന്റെ പുറകെയാണ്, കോൺട്രാക്ടേഴ്സ് പിന്മാറാൻ സാധ്യതയുണ്ട് എന്ന് ജാക്കാളിനോട് പറയുന്നു. പക്ഷേ ഞാൻ ഏറ്റ കാര്യം സംഭവിക്കും എന്ന് ജാക്കാൾ പറയുന്നു. അപ്പോൾ ന്യൂറിയയുടെ മെയിൽ വരുന്നു. അവളോട് ഹോട്ടലിലേക്ക് വരാൻ പറയുന്നു. ഹോട്ടലിൽ ന്യൂറിയ അവൻ്റെ സാധനങ്ങളുമായി എത്തുന്നു. നിന്നെ വിട്ട് ഞാൻ ഒരിക്കലും പോകില്ല എന്ന് ന്യൂറിയ പറയുന്നു. ബുദാപെസ്റ്റിൽ നിന്നും റിവറിൻ്റെ ആപ്പ് ലോഞ്ച് ചെയ്യുന്ന ടാലിൻ എന്ന സ്ഥലത്തേക്ക് പോകാൻ ജാക്കാൾ വേഷം മാറുന്നു. ന്യൂറിയ അത് നോക്കി നിൽക്കുന്നു. വേഷം മാറിയ ജാക്കാൾ എയർപോർട്ടിൽ വെച്ച് UK പോകാൻ നിന്നിരുന്ന ബിയൻകയെ കാണുന്നു. അപ്പോൾ അവരുടെ ഓഫീസിൽ നിന്ന് UDCയുടെ റിവർ ആപ്പ് ലോഞ്ചിൽ വെച്ച് അയാൾ അസാസിനേറ്റ് ചെയ്യാൻ ജാക്കാൾ വരും എന്ന ഇൻഫർമേഷൻ കിട്ടുന്നു. ഉടനെ ബിയൻകയോട് നേരെ ടാലിനിലേക്ക് പോകാൻ പറയുന്നു. ടാലിനിലേക്കുള്ള ഫ്ലൈറ്റിൽ വന്ന ബിയൻക വന്നിരുന്നത് ജാക്കാളിൻ്റെ സീറ്റിൻ്റെ തൊട്ട് മുൻപിലായിരുന്നു. പക്ഷേ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. റൂമിലെത്തിയ ജാക്കാൾ അവൻ്റെ വേഷം മാറുന്നു. അപ്പോൾ പുറത്ത് ഒരു കോളിംഗ് ബെൽ കേൾക്കുന്നു. അത് പോലീസായിരുന്നു. മുകളിലത്തെ റൂമിൽ നടന്ന ഒരു മോഷണം അന്വേഷിക്കാൻ വന്നതായിരുന്നു അവർ ജാക്കാളിൻ്റെ ID ചെക്ക് ചെയ്ത് ഫോൺ നമ്പരും വാങ്ങുന്നു. ജാക്കാൾ തൻ്റെ ഫോൺ തിരികെ കണ്ടുപിടിച്ച് തന്ന UDCയുടെ ആപ്പ് ലോഞ്ച് ചെയ്യുന്ന ഓഡിറ്റോറിയത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ ഒരു ഡ്രിങ്കിന് ക്ഷണിക്കുന്നു. അവനെ വെച്ച് അവിടെ കയറിപ്പറ്റാൻ ഏതറ്റം വരെയും പോകാൻ ജാക്കാൾ ഒരുക്കമായിരുന്നു.